So, good evening all. Welcome to eMerit Plus. So, നിങ്ങളെല്ലാവരും ജൂൺ 30th വേണ്ടിയുള്ള ഇലക്ട്രിക്കലിൻ്റെ കമ്പൈൻഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഫുൾ സ്ട്രെങ്തിൽ തന്നെ പോയിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ, അതായത് യു ഹാവ് ടു സ്ട്രിക്ട്ലി ഫോക്കസ് ഓൺ ദ സിലബസ്. കാരണം കേരള PSC ഇപ്രാവശ്യം കറക്റ്റായിട്ട് സിലബസും അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഏതൊക്കെ മോഡ്യൂളിൽ നിന്നും എത്രയൊക്കെ മാർക്സ് വരാം എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞിട്ടുണ്ട്. സോ വിത്ത് സ്ട്രിക്ട്ലി നമ്മൾ സിലബസ് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് എക്സാമിനേഷന് വളരെ ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പണ്ടത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് ആയിക്കോട്ടെ, പവർ സിസ്റ്റം ആയിക്കോട്ടെ, ഈ രണ്ട് സബ്ജക്റ്റ് തന്നെ ഒരു 50% കവർ ചെയ്യും. സോ ഇനി വരും എക്സാമിനേഷൻസിൽ, ഇനി വരുന്ന കാലത്തുള്ള എക്സാമിനേഷൻസിൽ കേരള PSC ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് സിലബസ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സ്ട്രിക്ട്ലി ഫോക്കസ് ഓൺ ദാറ്റ്. സോ ഇമെറിറ്റ്സ് പ്രൊവൈഡിങ് എ കണ്ടൻസ്ഡ് കോഴ്സ്, നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വി ആർ പ്രൊവൈഡിങ് പ്രീ റെക്കോർഡഡ് സെഷൻസ്, അതായത് നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്യുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് വി ആർ പ്രൊവൈഡിങ് എ പ്രീ റെക്കോർഡഡ് സെഷൻ. നെക്സ്റ്റ് ഈസ് ഓഡിയോ ഇൻറ്ററാക്റ്റീവ് ലൈവ് സെഷൻ. ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് എന്നുള്ള രീതിക്ക് ഫസ്റ്റ് പ്രീ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു ഓഡിയോ ഇൻറ്ററാക്റ്റീവ് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യും. ഓഡിയോ ഇൻറ്ററാക്റ്റീവ് ലൈവ് സെഷൻസ് എന്ന് പറയുമ്പോൾ വേറിൻ എന്താണ്, ദ സ്റ്റുഡൻസ് ആർ ഹാവിംഗ് ദ ഫെസിലിറ്റി ടു ഡയറക്ട്ലി ഇൻറ്ററാക്ട് വിത്ത് ദ ഫാക്കൽറ്റീസ്, അതായത് ഡൗട്ട്സ് ദെൻ ആൻഡ് ദെയർ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സെഷനാണ് ഓഡിയോ ഇൻറ്ററാക്റ്റീവ് ലൈവ് സെഷൻസ്. ദെൻ അതല്ലാതെ ലൈവ് റെക്കോർഡഡ് സെഷൻസ്, അതായത് സപ്പോസ് എന്താണ് സ്റ്റുഡൻസിന് ലൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ലൈവ് സെഷൻ്റെ തന്നെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, വൺസ് പഠിച്ചതിന് ശേഷം ദർ വിൽ ബി സെപ്പറേറ്റ് സെഷൻസ് ഓൺ ഡൗട്ട് ക്ലിയറിംഗ്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ്, അതായത് നമ്മളിപ്പം ഏതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് സ്വയം അനാലിസിസ് നടത്താനായിട്ട് ദർ ആർ മെനി ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ്. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ. ഇതൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാമിനേഷൻ ആണല്ലേ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സാമിനേഷൻ ഒരുപാട് ഈസി ആയിരിക്കത്തില്ല, ഒരു 60% ഈസിയും ഒരു 40% കുറച്ചൊന്ന് ടഫർ സൈഡുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ടഫർ സൈഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ എന്താണ്, ലോജിക് യൂസ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് സബ്ജക്റ്റിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. സോ അതിനുവേണ്ടി ദർ ആർ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ സെഷൻ ഡിസ്കഷൻ. സോ ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് ദാറ്റ് വി ആർ പ്രൊവൈഡിങ്. സോ ഓവറോൾ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് വി ആർ പ്രൊവൈഡിങ് ഇറ്റ് അറ്റ് 10,000. പക്ഷേ ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ്. നൗ ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് എ ഓഫർ മോർ ദാൻ 50%. 50%-നേക്കാളും ഓഫറിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നൗ അവൈലബിൾ അറ്റ് 4,950 rupees. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സോ നൗ വി മൂവ് ഓൺ ടു എന്താണ്, അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, പവർ ഇലക്ട്രോണിക്സിൻ്റെ തേർഡ് പാർട്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിനേഷനകത്ത് എക്സ്പെക്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ഒറ്റ സ്ട്രെച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ഒരു സ്ട്രെച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ സീംസ് ടു ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓവറോൾ എന്താണ്, ഇന്ത്യയിലെ എല്ലാ ടോപ്പ് ലെവൽ എക്സാമിനേഷൻസിനകത്തും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ ഇനി വരുന്ന കാലത്ത് കേരള PSC ഇന്നേ വരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി വരുന്ന കാലത്ത് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇതൊരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാല്യൂ പോലും മാറാതെ തന്നെ നമുക്ക് എക്സാമിനേഷനകത്ത് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക. സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. സിംഗിൾ ഫേസ് ആണ്, ഫുൾ ബ്രിഡ്ജ് ആണ്, അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. ഇറ്റ് ഫീഡ്സ് എ പ്യൂർലി ഇൻഡക്റ്റീവ് ലോഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഹിയർ വി ആർ ഹാവിങ് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം ദിസ് ഇസ് എ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, ഫുൾ ബ്രിഡ്ജ് ആണ്, 4 സ്വിച്ചസ് പ്രസന്റ് ആണ്. സ്വിച്ചിന് അക്രോസ് ഡയോഡ് ആൻറ്റി പാരലൽ ആയിട്ട് കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഡയോഡ് കണക്ട് ചെയ്യുന്നത്? ഫ്രീ വീലിംഗ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ ലോഡ് ഹൈലി ഇൻഡക്റ്റീവ് ആണ്. ആ ഇൻഡക്റ്റീവ് നേച്ചറുള്ള ലോഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ സഡനായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഇൻഡക്ടറിൻ്റെ എനർജി ഡയോട്ട് ചെയ്യാൻ വേണ്ടി പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഡയോഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
So where T1, T2, T3, T4 are power transistors and D1, D2, D3, D4 are feedback diodes. The inverter is operated in the square wave mode with a frequency of 50 Hz. Frequency of operation of inverter എന്ന് പറഞ്ഞാൽ 50 Hz. അതായത് frequency of operation of switches എന്ന് പറയുന്നത് it is 50 Hz. If the average load current is 0, ശ്രദ്ധിക്കുക, ലോഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് പറയുന്നുണ്ട്, ആവറേജ് ലോഡ് കറണ്ട് ഇസ് 0. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം ഡ്യൂറേഷൻ ഓഫ് കണ്ടക്ഷൻ ഓഫ് ഈച്ച് ഫീഡ്ബാക്ക് ഡയോഡ് ഇൻ എ സൈക്കിൾ? ശരിക്കും കാര്യം അറിയാമെന്നുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്താണ് നോക്കിക്കൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നി, ഈ ക്വസ്റ്റിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഒരു കീവേഡ് ഇവിടെ ഉണ്ട്, ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് 50 Hz എന്ന്. ഈ ഒരു വാല്യൂ മാത്രം നമുക്ക് മതി. ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റിയൊക്കെ ക്ലാസ്സിൽ ഡിസ്കഷൻ നടന്നായിരുന്നു അല്ലേ. ഒരു സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് വേവ് ഫോം ഇങ്ങനെയായിരിക്കും അല്ലേ. ഫുൾ ബ്രിഡ്ജ് ആവുമ്പോൾ VS -VS ഈ ഒരു പാറ്റേണിലായിരിക്കും വോൾട്ടേജ് വേവ് ഫോം പോകുന്നത്. കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ദിസ് ഈസ് വോൾട്ടേജ് വേവ് ഫോം, ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം ആൻഡ് മാഗ്നിറ്റ്യൂഡ് VS ഇവിടെ -VS. അതുകൊണ്ടാണല്ലോ അതിനെ ഫുൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ വേവ് ഫോം. പ്യുവർലി ഇൻഡക്റ്റീവ് ആണ്. പ്യുവർലി ഇൻഡക്റ്റീവ് ആയതുകൊണ്ട് എക്സാക്ട്ലി 90 ഡിഗ്രി ലാഗിങ് ആയിരിക്കും. അതായത് വോൾട്ടേജ് പോസിറ്റീവ് ആയി കഴിഞ്ഞ് എക്സാക്ട്ലി 90 ഡിഗ്രി കഴിയുമ്പോൾ കറണ്ട് പോസിറ്റീവ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് ലോഡിന് അക്രോസ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിരിക്കും. അതിനെപ്പറ്റി നമുക്ക് ഡൗട്ടൊന്നും ഇല്ല, അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് കഴിഞ്ഞു അല്ലേ. ക്വസ്റ്റിനകത്ത് പറയുന്ന ടേം എന്താണ്? ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് എന്താണ് 50 Hz എന്നാണ്. ഫ്രീക്വൻസി എന്താണ്? F is equal to 50 Hz. ദാറ്റ് മീൻസ് ടൈം പീരീഡ് ഓഫ് ഓപ്പറേഷൻ എന്താണ്? 1/50 Hz അല്ലേ. 1/50 Hz എന്ന് പറയുന്നത് 20 മില്ലി സെക്കൻഡ് ആണ്. സോ ശ്രദ്ധിക്കുക, ദിസ് ഇസ് 20 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇനി ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്ന ഡേറ്റ എന്താണ്? വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് കണ്ടക്ഷൻ ഓഫ് ഈച്ച് ഫീഡ്ബാക്ക് ഡയോഡ്? ഈ ഡയോഡിൻ്റെയൊക്കെ കണ്ടക്ഷൻ ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, തൈരിസ്റ്ററിന്റെ നെയിമിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുക, T1, T2, T3 ആൻഡ് T4. സോ കണ്ടക്ഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ദിസ് ഇസ് എന്താണ് T1 ആൻഡ് T2 അല്ലേ. ഈ അപ്പർ ട്രയാങ്കിൾ T1, T2. ബാക്കി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാം? T1, T2 ഓൺ ആണെങ്കിൽ കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഞാൻ ഇനി T1, T2 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് D3 വഴി D4 വഴി എന്താണ് കറണ്ട് ഫ്ലോ എന്താണ് ഡൈഔട്ട് ചെയ്ത് തുടങ്ങും. അതായത് ഇൻഡക്ടർ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് സെയിം ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോനെ ഡൈഔട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങും. സോ ശ്രദ്ധിക്കുക. സോ അത് കഴിഞ്ഞാൽ എന്താണ് D3, D4 അല്ലേ. അത് കഴിഞ്ഞാൽ എന്താണ് T3, T4. നെക്സ്റ്റ് ഇസ് D1, D2. അതായത് ദിസ് ഇസ് D1, D2. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡ്യൂറേഷനാണ് ഫീഡ്ബാക്ക് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്? ഈച്ച് ഫീഡ്ബാക്ക് ഡയോഡ്, ഓരോ ഫീഡ്ബാക്ക് ഡയോഡ് എടുത്ത് നോക്കാം. D1 നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഡ്യൂറേഷൻ 90 ഡിഗ്രി കണ്ടക്ട് ചെയ്യും അല്ലേ. D2 നോക്കിക്കഴിഞ്ഞാലും ഇതേ ഡ്യൂറേഷൻ. D3 നോക്കിക്കഴിഞ്ഞാലും ഇത്രയും ഡ്യൂറേഷൻ തന്നെയാണ്. D4 നോക്കിയാലും ഇതേ ഡ്യൂറേഷൻ തന്നെയാണ്. കാരണം പ്യുവർലി ഇൻഡക്റ്റീവ് ലോഡാണ്, എല്ലാം എന്താണ് സിമെട്രിക്കലായിട്ട് വർക്ക് ചെയ്യും. സോ ടോട്ടൽ ടൈം പീരീഡ് 20 മില്ലി സെക്കൻഡ്സ് അല്ലേ. ദാറ്റ് മീൻസ് 20 മില്ലി സെക്കൻഡ്സ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ഓഫ് ദ കണ്ടക്ഷൻ ആണ്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി എത്ര മില്ലി സെക്കൻഡ് ആണെന്ന് നോക്കിയാൽ പോരെ. 90 ഡിഗ്രി എത്ര മില്ലി സെക്കൻഡ്സ് ആയിരിക്കും? 90 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 20 മില്ലി സെക്കൻഡ്സ്. 90/360 എന്ന് പറയുമ്പോൾ എന്താണ്? 9 4s are 36 അല്ലേ. 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു 5 മില്ലി സെക്കൻഡ്സ്. അതായത് മൊത്തത്തിൽ 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. 5 മില്ലി സെക്കൻഡ്സ്, 5 മില്ലി സെക്കൻഡ്സ്, 5 മില്ലി സെക്കൻഡ്സ്, 5 മില്ലി സെക്കൻഡ്സ്, ടോട്ടൽ 20 മില്ലി സെക്കൻഡ്സ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് സിംപ്ലി നത്തിങ് ബട്ട് 5 മില്ലി സെക്കൻഡ്സ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഈ ഇൻവെർട്ടറിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. വളരെ ഈസിയാണ് ആക്ച്വലി, ചെയ്യാനായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അവർ ആൻസർ ഇസ് 5 മില്ലി സെക്കൻഡ്.
Question number 2. An inverter has a periodic output voltage with the voltage waveform as shown in the figure. ഇതാണ് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ് ഫോം. ഈ വേവ് ഫോം ശ്രദ്ധിക്കുക, +1 -1. സോ ഇതെന്താണ്? ദിസ് ഈസ് ആക്ച്വലി എന്താണ്? 0 വോൾട്ട്. മേളിൽ +1, താഴെ -1. ശ്രദ്ധിക്കുക, ഇതൊരു PWMന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് പൾസ് വിത്ത് മോഡുലേഷൻ. പൾസ് വിത്ത് മോഡുലേഷനകത്ത് ആൽഫ എന്ന് പറയുന്ന വിഡ്ത്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഡിസ്കസ് ചെയ്തത് 2D അല്ലേ? 2D ആണ് പൾസ് വിഡ്ത്ത് പെർ ഹാഫ് സൈക്കിൾ. 2D ആണ് പൾസ് വിഡ്ത്ത് പെർ ഹാഫ് സൈക്കിൾ. When the conduction angle alpha is equal to 120 degree, അതായത് 2D is equal to 120 degree, D is equal to 60 degree. അങ്ങനെയാണെങ്കിൽ the RMS fundamental component of output voltage, അതായത് ഈ വോൾട്ടേജ് വേവ് ഫോമിന്റെ ഫണ്ടമെന്റൽ കമ്പോണന്റ് എന്ത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽ കമ്പോണന്റിനെ എങ്ങനെ എഴുതണമെന്ന് അറിയാം അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ഹാർമോണിക് എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ സമ്മേഷൻ n = 135 up to infinity 4Vs divided by n pi into sin nd into sin n omega t plus phi എന്ന് വരും അല്ലേ? പ്ലസ് phi n. നമുക്ക് വേണ്ടത് ഫണ്ടമെന്റലിന്റെ RMS ആണ്. സോ ഇതാണ് എൻ്റെ സൈനുസോഡൽ വേവ് ഫോമിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡിവൈഡഡ് ബൈ √2 എടുത്താൽ എനിക്ക് ഫണ്ടമെന്റലിൻ്റെ RMS കിട്ടും. n = 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫോർ ഫണ്ടമെന്റൽ. n = 1 ഇട്ടാൽ മതി, നമുക്ക് എന്താണ്? ഫണ്ടമെന്റൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ സംഭവത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എടുക്കുക. എന്താണ്? 4Vs/π അല്ലേ? Vs എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു സൈൻ d. d എന്താണ്? d is 60 ഡിഗ്രി. സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് √3 ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ √2 കൂടെ ഉണ്ടാവും. ഇതാണ് RMS വാല്യൂ. RMS വാല്യൂ ഈ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ √2 ആണ് നമ്മുടെ RMS വാല്യൂ. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് 2√2/π. Vs 1 ആണ്. സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് √3 ഡിവൈഡഡ് ബൈ 2. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? √6 ഡിവൈഡഡ് ബൈ π is equal to 0.78. കുറച്ച് ഡേറ്റാസിൻ്റെ വാല്യൂസ് അറിഞ്ഞിരിക്കുക. അതായത് 2√2 ഡിവൈഡഡ് ബൈ π എന്ന് പറയുന്നത് 0.9 ആണെന്ന് അറിഞ്ഞിരിക്കുക. √6 ഡിവൈഡഡ് ബൈ π 0.78 ആണെന്ന് അറിഞ്ഞിരിക്കുക. 3 ഡിവൈഡഡ് ബൈ π 0.955 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ 3 വാല്യൂസ് നമ്മുടെ പവർ ഇലക്ട്രോണിക്സിനകത്ത് ത്രൂ ഔട്ട് വരുന്നതാണ്. ഓക്കെ ആണല്ലോ? സോ നമ്മുടെ ആൻസർ എന്താണ്? 0.78. ഇവിടെ Vs ഞാൻ എന്തെടുത്തു? 1 എടുത്തു. കാരണം എന്താണ്? നമ്മുടെ ഫിഗറിനകത്ത് Vs 1 മെൻഷൻഡ് ആണ് അല്ലേ? ഫിഗറിനകത്ത് Vs 1 മെൻഷൻഡ് ആണ്. സോ അവർ ആൻസർ ഈസ് എന്താണ്? 0.78. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നമുക്ക് ആകെ കൂടി അറിയേണ്ടത് ഇതിൻ്റെ ഫോർമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇൻവെർട്ടർ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. വിത്ത് റെഫറൻസ് ടു ദ ഔട്ട്പുട്ട് വേവ് ഫോം ഗിവൺ ഇൻ ദ ഫിഗർ, ദ ഔട്ട്പുട്ട് ഓഫ് ദ കൺവേർട്ടർ വിൽ ബി ഫ്രീ ഫ്രം ദ 5th ഹാർമോണിക്. The output of the converter will be free from the 5th harmonic. എപ്പോഴാണ് 5th ഹാർമോണിക്കിൽ നിന്നും മോചനം കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സെയിം ഫിഗർ തന്നെ, അതായത് ഈ ആൽഫേൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ സച്ച് ദാറ്റ് ദിസ് വേവ് ഫോം ഈസ് ഫ്രീ ഫ്രം 5th ഹാർമോണിക്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മുടെ കയ്യിൽ എന്താണ്? ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്താണ്? വീണ്ടും ഞാൻ എഴുതാം. V0n എന്ന് പറയുമ്പോൾ സമ്മേഷൻ, അല്ലെങ്കിൽ V0n എന്ന് നമ്മളിവിടെ പറയാൻ പാടില്ല അല്ലേ? V0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതാണ്. എന്താണ്? സമ്മേഷൻ n = 135 up to infinity 4Vs/n pi into sin nd into sin something. ശ്രദ്ധിക്കുക, അപ്പോൾ nth ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? nth ഹാർമോണിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4Vs/n pi into sin nd. ഇതാണ് nth ഹാർമോണിക്കിൻ്റെ വാല്യൂ. nth ഹാർമോണിക്ക് 0 ആവണമെങ്കിൽ നമുക്ക് 0 ആക്കാൻ പറ്റിയ ഒരേ ഒരു ടേം സൈൻ nd ആണ്. ഈ Vs എന്തായാലും 0 ആക്കാൻ പറ്റത്തില്ല, വേറെ ഒരു ടേമും നമുക്ക് 0 ആക്കാൻ പറ്റത്തില്ല. സൈൻ nd ഷുഡ് ബി ഈക്വൽ ടു 0. സോ അതിൻ്റെ അർത്ഥം എന്താണ്? nd എന്ന് പറയുന്ന പൈ ആണ്. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് π/n. 2d എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ n. സോ നമ്മുടെ ഡിസ്കഷനകത്ത് 2d എന്ന് പറയുന്നതായിരുന്നു പൾസ് വിഡ്ത്ത് പെർ ഹാഫ് സൈക്കിൾ. ഇവിടെ എന്താണ്? ആൽഫ ആണ് പൾസ് വിഡ്ത്ത് പെർ ഹാഫ് സൈക്കിൾ.
സോ ശ്രദ്ധിക്കുക, ഫോർ n is equal to 5, ഫോർ n is equal to 5, n is equal to 5 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്ത് കിട്ടുന്നു. ഫോർ, അതായത് നമുക്ക് എന്ത് ഹാർമോണിക് ഡിറൈവ് എന്താണ് എന്ത് ഹാർമോണിക്കിൽ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ n d equal to pi ആവണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് ഇവിടെ n എന്താണ്? 5. സോ ഫോർ എലിമിനേറ്റിംഗ് ഫിഫ്ത്ത് ഹാർമോണിക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ ആൽഫ ഇസ് ഇക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ എന്താണ് 5, അതായത് 360 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 72 ഡിഗ്രി. 360 ഡിവൈഡഡ് ബൈ 5 അതായത് 72 ഡിഗ്രി. 72 ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 72 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 72 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താണ്? 360 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? 72 ഡിവൈഡഡ് ബൈ 360 ഡിവൈഡഡ് ബൈ 5. സോ നമ്മൾ 72 ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എന്താണ്? ഡിവോയ്ഡ് ഓഫ് ഫിഫ്ത്ത് ഹാർമോണിക് കമ്പോണന്റ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ കംസ് ഔട്ട് ടു ബി 72 ഡിഗ്രി. Next question. A single phase voltage source inverter is controlled in a single pulse width modulation mode with a pulse width of എന്താണ്? 150 degree. With a pulse width of 150 degree. So ശ്രദ്ധിക്കുക, ഈ കേസിനകത്ത് 2D എന്ന് പറയുന്നത് എന്താണ്? 150 degree. So D is equal to 75. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സൈൻ 75 ഇതിനകത്ത് വരും. പക്ഷെ ആക്ച്വലി ഈ ക്വസ്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹൗ ടു അപ്രോച്ച് ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. സോ നിങ്ങൾ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുക. ശ്രദ്ധിക്കുക, ഇതിനകത്ത് D is equal to 75 ഡിഗ്രി. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഇസ് ഡിഫൈൻഡ് as, നമുക്ക് ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷന് ഒരേ ഒരു ഡെഫിനിഷനേ ഉള്ളൂ. ആ ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. Where V1 is the RMS value of fundamental component of the output voltage. അങ്ങനെയാണെങ്കിൽ THD ഓഫ് ദ ഔട്ട്പുട്ട് AC വോൾട്ടേജ് വേവ് ഫോം എന്നാണ്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസും ഡിസ്കഷൻസും ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ശ്രദ്ധിക്കുക, വാട്ട് ഇസ് ദ THD ഓഫ് AC വോൾട്ടേജ് വേവ് ഫോം? ഇത് സോൾവ് ചെയ്യാനായിട്ട് ഒരു ഈസി മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടോട്ടൽ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് √1/G² - 1. G എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്റ്റോർഷൻ ഫാക്ടർ. എന്താണ്? G ഈസ് ഈക്വൽ ടു ഡിസ്റ്റോർഷൻ ഫാക്ടർ IS1/ISR. IS1/ISR അല്ലെങ്കിൽ വോൾട്ടേജ് ഡിസ്റ്റോർഷൻ ഫാക്ടർ VS1/VSR. G സോൾവ് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് ഈ കേസിനകത്ത് 2√2 ഇൻറ്റു സൈൻ D ഡിവൈഡഡ് ബൈ √2D ഇൻറ്റു പൈ എന്ന് വരും. √2D ഇൻറ്റു പൈ, ഇതാണ് ജീൻ്റെ വാല്യൂ. സോ ഈ കേസിനകത്ത് സൈൻ 60 വരുന്നതുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ. സൈൻ 75 വരുന്നതുകൊണ്ട് അല്ലേ. നേരെ മറിച്ച് പൾസ് വിത്ത് വല്ല 120 ആയിരുന്നെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാമായിരുന്നു. D 60 ഡിഗ്രി വരുന്നതിന് സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സോ അവിടെ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. സോ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനകത്ത് D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റേഡിയൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സത്യം പറഞ്ഞാൽ സൗകര്യമാണ്. കാരണം π/3 എന്ന് വരും D അല്ലേ. 60 ഡിഗ്രി ആയിരുന്നുവെങ്കിൽ π/3 എന്ന് വന്നേനെ. ആ π/3 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ π²/3. π² എന്ന് പറയുന്നത് 10 ആണ്. സോ അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ നടത്തി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റിനകത്ത് G ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ആ G ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി THD കിട്ടും. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 31.83 ആണ്. കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിക്ക ക്വസ്റ്റിനകത്തും THD എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 48 അടുത്ത് വരും. പൾസ് വിഡ്ത്ത് ഒരു 120 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ 32, 33 ആ റേഞ്ചിലൊക്കെ വരും. പൾസ് വിഡ്ത്ത് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് പൾസ് വിഡ്ത്ത് എൻ്റയർ സൈക്കിൾ ഉണ്ടെങ്കിൽ, അതായത് ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തൊരു വേവ് ഫോം ആണെങ്കിൽ അതിൻ്റെ THD കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 48ൻ്റെ അടുത്തേക്ക് വരും. സോ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A single phase voltage source inverter is feeding a purely inductive load as shown in the figure. ശരി, operated at 50 Hz in 180 degree square wave mode. It is operating at 50 Hz in 180 degree square wave mode. ഒന്നുമില്ല, 180 degree square wave mode എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഓപ്പറേഷൻ തന്നെയാണ്. Assume that the load current does not have any DC components.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനകത്ത് ലോഡ് കറണ്ടിന് DC കമ്പോണന്റ് ഇല്ലായിരുന്നു. ലോഡ് കറണ്ട് വാസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ് അല്ലേ. ട്രയാങ്കുലർ ഷേപ്പ് ആവാനുള്ള കാര്യം എന്തായിരുന്നു? ലോഡിൽ ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഇൻവേർട്ടർ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ്, അല്ലെങ്കിൽ ഇൻ 99% ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കേസസ് വെയർ സോഴ്സ് ഈസ് ഹാവിംഗ് വെരി ലോ ഇംപിഡൻസ് ആൻഡ് ലോഡ് ഈസ് ഹാവിംഗ് വെരി ഹൈ ഇംപിഡൻസ്. നേരെ മറിച്ച് കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ ആണെങ്കിലോ, കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ നമുക്ക് എക്സാമിനേഷനകത്തില്ല. കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് 99.9% നമ്മൾ യൂസ് ചെയ്യുന്നത് it is used where the source is having a very high impedance and the load is having a source is having a very high inductance and load is having a very low inductance. Okay ആണല്ലോ. ശരി, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനകത്ത് ദ പീക്ക് വാല്യൂ ഓഫ് ദ ഇൻഡക്ടർ കറണ്ട് I0 ആണ് ക്വസ്റ്റ്യൻ. ഇതാണ് I0. വാട്ട് ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് ഇൻഡക്ടർ കറണ്ട്? ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡേറ്റാസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് I0ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് അല്ലേ. സോ ഇൻവെർട്ടർ ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് 50 Hz 180 ഡിഗ്രി സ്ക്വയർ വേവ് മോഡ്. ബാക്കി നമുക്ക് ഇൻഡക്ടറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സോഴ്സും തന്നിട്ടുണ്ട്. ശരി, ഈ രണ്ട് വാല്യൂ നമുക്ക് മതി. 0.1 ഹെൻറിയും 200 വോൾട്ടും അല്ലേ. നമുക്ക് സോൾവ് ചെയ്യാം. ശ്രദ്ധിക്കുക, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെ വർക്കിംഗ് തന്നെ ഫസ്റ്റ് ആലോചിക്കുക. 200 വോൾട്ട് ഇവിടെ വരും, -200 വരും, വീണ്ടും 200 ഇവിടെ വരും. ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ദിസ് ഇസ് VS ആൻഡ് ദിസ് ഇസ് -VS അല്ലേ. ശ്രദ്ധിക്കുക, ഇവിടെ ട്രയാങ്കുലർ വേവ് ഫോം വരും, ഇവിടെ ട്രയാങ്കുലർ വേവ് ഫോം വരും. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോൺസ്റ്റന്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഇൻഡക്ടറിന് അക്രോസ് ആണ്. സോ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് LdI/dt. സോ ചേഞ്ച് ഇൻ ദ ഇൻഡക്ടർ വോൾട്ടേജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. എത്രയാണ് ചേഞ്ച് ഇൻ ദ ഇൻഡക്ടർ കറണ്ട് ഓവർ ദിസ് ടൈം ഡ്യൂറേഷൻ? ശ്രദ്ധിക്കുക, ഇത് ഞാൻ I മിനിമം ആണെങ്കിൽ ദിസ് ഈസ് എന്താണ്? I മാക്സ് അല്ലേ. സിമെട്രിക്കൽ ആണ് ഓപ്പറേഷൻ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് I മാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സെയിം ആസ് എന്താണ്? I മിനിമം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇത് 5 ആണെങ്കിൽ ഇത് -5 ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ എനിക്ക് പറയാം വോൾട്ടേജ് എത്രയായിരുന്നു? 200 അല്ലേ. ഈക്വൽ ടു ഇൻഡക്ടറിന്റെ വാല്യൂ 0.1 ഹെൻറി ഇൻറ്റു DI. ചേഞ്ച് എന്ന് പറഞ്ഞാൽ I മാക്സ് മൈനസ് I മിനിമം. I മാക്സ് മൈനസ് I മിനിമം, അതായത് എന്താണ്? 2 ടൈംസ് I മാക്സിമം ആണെന്ന് ഞാൻ പറയുന്നു. ഇൻറ്റു DI എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 2 ടൈംസ് I മാക്സിമം. DI ഈസ് നത്തിങ് ബട്ട് 2 ടൈംസ് I മാക്സിമം. dt എന്താണ്? ഓവർ ദിസ് ടൈം ഡ്യൂറേഷൻ. ടോട്ടൽ 50 Hz ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഈസ് 20 milliseconds. സോ ഇത്രയും എന്താണ്? ദിസ് ഈസ് 10 milliseconds. സോ 10 milliseconds ഡ്യൂറേഷനകത്ത് ശ്രദ്ധിക്കുക 2 ടൈംസ് ആണ് ചേഞ്ച് അല്ലേ. അതായത് I മിനിമത്തിൽ നിന്ന്, അതായത് -5 നിന്ന് +I അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് I ആണെങ്കിൽ -I നിന്ന് +I അപ്പോൾ 2I എന്ന് ഞാൻ പറയുന്നു. ഓവർ ദ ടൈം ഡ്യൂറേഷൻ 10 milliseconds. സോ ഇതെങ്ങനെയാണ്? 200 ഡിവൈഡ് ബൈ 0.1 എന്ന് പറയുമ്പം 2000 ഇൻറ്റു 10 milliseconds ഡിവൈഡഡ് ബൈ 2. 2000 ഇൻറ്റു 10 milliseconds ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് I മാക്സ് എന്ന് പറയുന്നത് അല്ലേ. 2000 മില്ലിയും കൂടെ ക്യാൻസൽ ആകുമ്പോൾ എന്താണ് പോവും. സോ I മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? I മാക്സ് ഇസ് നത്തിങ് ബട്ട് 5 ആംപിയർ എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. 200 വോൾട്ട് 0.1 ഹെൻറി അല്ലേ. ശ്രദ്ധിക്കുക, 200 വോൾട്ട് 0.1 ഹെൻറി ഇൻറ്റു DI ഡിവൈഡഡ് ബൈ dt അല്ലേ. ഇൻറ്റു DI ഡിവൈഡഡ് ബൈ dt. സോ സോറി, ആൻസർ എന്ത് വരും? ആൻസർ കംസ് ഔട്ട് ടു ബി എന്താണ്? ആൻസർ കംസ് ഔട്ട് ടു ബി 10 ആംപിയർ അല്ലേ. കാരണം 200 എന്ന് പറയുമ്പോൾ ഈ മില്ലി പോവും, ഈ 2 into ക്യാൻസൽ ആവും, റിമൈനിങ് ഇസ് 10. സോ ആൻസർ എന്താണ്? ആൻസർ ഇസ് കമ്മിങ് ഔട്ട് ടു ബി 10 ആംപിയേഴ്സ്. സോ 10 ആംപിയർ എന്നാണ് ഇതിന്റെ പീക്ക് വാല്യൂ നമുക്ക് കിട്ടിയത്. സോ അതിന്റെ മീനിങ് എന്താണ്? നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 10 ആംപിയർ വരും,
ഇവിടെ എന്താണ് -10 ആംപിയർ വരും അല്ലേ. ഇവിടെ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്തത് 200 വോൾട്ട് അപ്ലൈ ചെയ്തു. 200 വോൾട്ട് കൊടുത്തപ്പോൾ ഇൻഡക്ടർ കറണ്ട് -10 നിന്ന് +10 പോയി. അത് കഴിഞ്ഞ് സ്വിച്ചിങ് പാറ്റേൺ മാറ്റി T3 T4 ഓൺ ആക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്, -Vs വന്നു. അപ്പോൾ ഈ +200 എന്ന് പറയുന്നത് -200, സോറി +10 എന്ന് പറയുന്നത് -10 പോയി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ. സോ പീക്ക് വാല്യൂ ഓഫ് ഇൻഡക്ടർ കറണ്ട് എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 10 ആംപിയർ. അടുത്ത ക്വസ്റ്റ്യൻ, എ സിംഗിൾ ഫേസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. എന്താണ് എ സിംഗിൾ ഫേസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ഈസ് ഫീഡിംഗ് പവർ ടു എ ലോഡ്. ഓക്കെ, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ്. ഇറ്റ് ഈസ് ഫീഡിംഗ് പവർ ടു എ ലോഡ്. 2 കപ്പാസിറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആണെന്നും ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് കപ്പാസിറ്റർ വെച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഈ ഫീഡിംഗ് പവർ ടു എ ലോഡ്, ദ ട്രിഗറിംഗ് പൾസസ് ഓഫ് ദ ഡിവൈസസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് ട്രിഗറിംഗ് പൾസ്. അതായത് S1 S4 നോക്കിക്കഴിഞ്ഞാൽ, അതായത് S1 S4 നോക്കിക്കഴിഞ്ഞാൽ തീറ്റ മുതൽ π-θ വരെയാണ് പൾസ് ഇരിക്കുന്ന ഡ്യൂറേഷൻ. S2 S3 നോക്കിക്കഴിഞ്ഞാൽ π+θ മുതൽ 2π-θ. അതായത് ദിസ് പൾസ് ഇസ് ആക്ച്വലി സിമെട്രിക്കൽ. ദിസ് പൾസ് ഇസ് ആക്ച്വലി സിമെട്രിക്കലി പ്രസന്റ് ഇൻ എവരി ഹാഫ് സൈക്കിൾ. അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ നടക്കുമ്പോൾ ഇതും ഫയർ ചെയ്യും, ഒരു ഹാഫ് സൈക്കിളിൽ അടുത്ത ഹാഫ് സൈക്കിളിൽ ഇത് സിമെട്രിക്കലി ഫയർ ചെയ്യും. ശരി, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ദ ലോഡ് കറണ്ട് ഈസ് സൈനുസോഡൽ ആൻഡ് ഇറ്റ് ഈസ് 0 at 0π2π. സോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് സൈനുസോഡലാണ്. സോ ലോഡ് കറണ്ട് ഞാൻ ഇവിടെ തന്നെ വന്ന് മാർക്ക് ചെയ്തേക്കാം. ലോഡ് കറണ്ട് കംസ് ഔട്ട് ടു ബി എന്താണ്, സൈനുസോഡൽ. ഇതാണ് ലോഡ് കറണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾ, ഞാൻ ഈ വരച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നോഡ് വോൾട്ടേജ് VA0? ഇതാണ് എ പോയിന്റ്. നോഡ് വോൾട്ടേജ് VA0 അല്ലെങ്കിൽ VAO, വോൾട്ടേജ് ഓഫ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു O എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണിത്. വോൾട്ടേജ് ഓഫ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു O. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെൻ S1 and S4 is turned on, S1 ഉം S4 ഉം ഓൺ ആയിരിക്കുമ്പോൾ ഉള്ള ഡ്യൂറേഷനിൽ, അതായത് തീറ്റ മുതൽ π-θ വരെയുള്ള ഡ്യൂറേഷനിൽ S1 ഉം S4 ഉം ഓൺ ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ഡ്യൂറേഷനിൽ വെൻ S1 is on, എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇതെന്താണ്, 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 0 വോൾട്ട് എന്നല്ല, ഇതെന്റെ റെഫറൻസ് ആണ് അല്ലേ, ഇതെന്റെ റെഫറൻസ് ആയി. ഇപ്പം വോൾട്ടേജ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു O ആണ് ചോദിച്ചേക്കണം. സോ ഈ വോൾട്ടേജ് ഞാൻ എ പോയിന്റ് ഇവിടെ എത്തും, S1 ഓൺ ആവുമ്പോൾ. എ പോയിന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് VAO മീൻസ് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. എത്രയായിരിക്കും? ദിസ് ഈസ് ആക്ച്വലി എന്താണ്, മേളിൽ പ്ലസ് താഴെ മൈനസ് VDC/2. ഇത് എന്താണ്, മേളിൽ പ്ലസ് താഴെ മൈനസ് VDC/2. സോ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് മീൻസ് ദിസ് പോയിന്റ് പൊട്ടൻഷ്യൽ മൈനസ് ദിസ് പോയിന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് VDC/2. സോ ഈ ഒരു പോർഷനകത്ത് പോസിറ്റീവ് VDC/2 ആണ് വരുന്നതെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷനകത്ത് എനിക്ക് പോസിറ്റീവ് VDC/2 എന്ന് വരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞുള്ള ഡ്യൂറേഷൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് π-θ മുതൽ π വരെ, π-θ മുതൽ π വരെ സിഗ്നൽ ഞാൻ കൊടുക്കുന്നില്ല. സോ S1 S4 ഞാൻ ഓഫ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഈ ഡയോഡും S2 അക്രോസ് ഉള്ള ഡയോഡും S3 അക്രോസ് ഉള്ള ഡയോഡും കണ്ടക്ടിങ് ആയിരിക്കും ആ സമയത്ത്. അതായത് π-θ മുതൽ π വരെ. കാരണം എന്താണ്, കറണ്ട് സൈനുസോഡൽ ആണെന്ന് പറയുന്നുണ്ട്. സോ ആ സമയത്ത് ഈ ഡയോഡും ഓൺ ആണെങ്കിൽ A ഈസ് ആക്ച്വലി കണക്റ്റഡ് ത്രൂ ദിസ് ഡയോഡ് ടു ദിസ് പോയിന്റ്. സോ പൊട്ടൻഷ്യൽ എ എന്ന് പറയുന്ന π-θ പോയിന്റ് കഴിയുമ്പോൾ എ ഇവിടെ പ്രസന്റ് ആവും, താഴെ പ്രസന്റ് ആവും. സോ VAO മീൻസ് VA മൈനസ് VO വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് VDC/2 എന്ന് കിട്ടും. സോ ശ്രദ്ധിക്കുക, ഈ ഒരു ഡ്യൂറേഷനിൽ എനിക്ക് എന്താണ്, മൈനസ് VDC/2 എന്ന് വരും. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ കറണ്ട് ഇങ്ങനെ പോയി എന്താണ്, കറണ്ട് ഡൈഔട്ട് ചെയ്തിട്ട് ഇനി തിരിച്ചു വരാനുള്ള ശ്രമമാണ്. കറണ്ട് എന്താണ്, ഇനി തിരിച്ചുള്ള ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ശ്രമമാണ്.
സോ കറണ്ടിന് തിരിച്ചിഞ്ഞ് ഈ ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ ഇത് സൈനസോയിഡലി വേരിയിങ് കറണ്ട് ആണല്ലേ, തിരിച്ച് ഈ ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ സപ്പോർട്ടിംഗ് ഡിവൈസ് ഏതൊക്കെയാണ്? താഴെ കൂടെ വന്ന് ഈ ഡിവൈസ് വഴി, അതായത് S4 അക്രോസ് ഉള്ള ഡയോഡ് വഴി, ലോഡ് വഴി, ഈ ഡയോഡ് വഴി കണക്റ്റഡ് ആവും. സോ ആ കേസിനകത്ത് ഈ ഡയോഡ് ഓൺ ആകുമ്പോൾ എ പോയിന്റ് വീണ്ടും മുകളിലെത്തും. സോ അറ്റ് ദാറ്റ് പോയിന്റ് വി ഹാവ് VDC/2. ശ്രദ്ധിക്കുക, ആ പോയിന്റിൽ എനിക്ക് എന്ത് കിട്ടുന്നു? പോസിറ്റീവ് VDC/2 വരും. അത് എത്ര നേരം എക്സിസ്റ്റ് ചെയ്യും? ഒൺലി വെൻ എന്താണ് S2 S3 is turned on. S2 S3 ടേൺ ഓൺ ചെയ്യുന്ന വരെ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം S2 S3 ഓൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് S2 S3 ഓൺ ആയി കഴിഞ്ഞാൽ ഇനി S2 വഴി, ലോഡ് വഴി, S3 വഴി തിരിച്ച് സപ്ലൈയിലേക്ക് പോകും. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എ വീണ്ടും എന്താണ് താഴെ കണക്റ്റഡ് ആവും. സോ ഇറ്റ് ഈസ് -VDC/2. ഈ പോയിന്റിൽ -VDC/2 വരും. വീണ്ടും സ്വിച്ച് ചെയ്ത് +VDC/2 ആവും. സോ ഈ ഒരു പാറ്റേൺ എന്താണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന്. ഔട്ട്പുട്ട് വേവ് ഫോം ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ഡി. ഔട്ട്പുട്ട് വേവ് ഫോം അല്ല, വോൾട്ടേജ് ഓഫ് നോഡ് എ വിത്ത് റെസ്പെക്ട് ടു O എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ഡി. ബാക്കി എല്ലാ വേവ് ഫോമിനകത്തും ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിനകത്തുള്ള കൺസിഡറേഷൻ അവർ നടത്തിയിട്ടില്ല. ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിനകത്ത് നമുക്ക് വേവ് ഫോം ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമുക്ക് മനസ്സിലായി എന്താണ്, കറണ്ട് സൈനസോയിഡിലാണെന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് ലോഡ് സ്റ്റിൽ ഇൻ ദ കണ്ടക്ടിങ് നേച്ചർ. ലോഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ലോഡിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഓഫ് നോഡ്. ആ നോഡ് ഏതോ ഒരു സൈഡിലേക്ക് കണക്ട് ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അവിടെ നമുക്ക് എന്തായാലും ഒരു നോഡ് വോൾട്ടേജ് പ്രസന്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. In the converter circuit shown below, the switches are controlled such that the load voltage V0 is a 400 Hz square wave. 400 Hz square wave എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ എന്താണ്? ഫ്രീക്വൻസി സോ ഹൈ സച്ച് ദാറ്റ് എന്താണ് 400 Hz ആണ് നമുക്ക് കിട്ടുന്നത്. The RMS value of the fundamental component of V0 ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോമിൻ്റെ ഫണ്ടമെൻ്റലിൻ്റെ RMS ആണ് ചോദിച്ചേക്കുന്നത്. സോ അതിന് നമുക്ക് ഫ്രീക്വൻസിയുടെ ആവശ്യമൊന്നുമില്ല അല്ലേ, നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഒരു നോളജ് നമുക്ക് ആവശ്യമില്ല. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് അല്ലേ. RMS വാല്യൂ ഓഫ് ദ ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ് എന്താണ്? V01 RMS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2√2/π into Vs. 2√2/π into Vs. 2√2/π എന്ന് പറയുന്നത് എന്താണ്? 0.9 ആണ്. 0.9 into 220 എന്ന് പറയുന്നത് 22 into 9. 22 into 9 എന്ന് പറയുമ്പോൾ 198 സംതിങ് വരും. 22 into 9 അല്ലേ. 9 2s are 18, 9 2s are 18, 90. എക്സാക്ട്ലി 198 വരും. This is the RMS value of the fundamental component of voltage. Direct question. Next question. A single phase inverter has a square wave output voltage. What is the percentage of fifth harmonic component in relation to fundamental component? വളരെ എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ. ഫിഫ്ത്ത് ഹാർമോണിക് കമ്പോണൻറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഫിഫ്ത്ത് ഹാർമോണിക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് RMS എടുത്തതായി. കാരണം ഇത് റേഷ്യോ ആണ്. റേഷ്യോ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലെയും RMS ആണെങ്കിൽ RMS, ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്, ബോത്ത് വിൽ ബി സെയിം ഉള്ളി. ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 4Vs/n π 5π ഇൻറ്റു സൈൻ എന്തോ ഒരു ടേം. ഫണ്ടമെൻ്റൽ ആണെങ്കിലോ? ഫണ്ടമെൻ്റൽ ആണെങ്കിൽ 4Vs/π. ആക്ച്വലി എന്താണ്? വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫിഫ്ത്ത് ഹാർമോണിക് കമ്പോണൻറ്റ് ഇൻ റിലേഷൻ ടു ഫണ്ടമെൻ്റൽ കമ്പോണൻറ്റ്. സോ നമുക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മാത്രം എടുത്താൽ മതി. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എടുത്തിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. എന്തായിരിക്കും? V05/V01 എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്ററും ഈ രണ്ട് കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/5 എന്ന് വരും. 1/5 ഈസ് നത്തിങ് ബട്ട് 0.2. സോ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്ത് എന്താണ്? ഇറ്റ് ഈസ് 20%. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ആൻസർ ഈസ് എന്താണ്? 20%. സോ ദ കമ്പോണൻ്റ് ഓഫ് ഫിഫ്ത്ത് ഹാർമോണിക് പ്രസൻറ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20% ആണ്.
ഇത് സ്ക്വയർ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ടല്ലേ. സപ്പോസ് പൾസ് വിത്ത് മോഡുലേറ്റഡ് ടെക്നിക്ക് ആയിരുന്നെങ്കിലോ, പൾസ് വിത്തിന് ഒരു മോഡുലേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ 20% ആയിരിക്കത്തില്ല. കാരണം അവിടെ സൈൻ എൻ ഡി എന്ന് പറയുന്ന ഒരു ടേം പ്രസന്റ് ആയി വരും. Which of the following statement is correct? A voltage source inverter is normally employed when? Option A, when the source is having low impedance and load is having high reactance. So ഇതിനെപ്പറ്റി ഞാനൊരു ഡിസ്കഷൻ ഇപ്പോൾ നടത്തിയതേ ഉള്ളൂ അല്ലേ. ഏത് കേസിലാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്? When the source is having low reactance and the load is having high reactance. When the source is having low impedance and load has high reactance. ഓപ്ഷൻ എ തന്നെ നമുക്ക് കറക്റ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ബി നോക്കാം, വെൻ ദ സോഴ്സ് ഇസ് ഹാവിംഗ് ഹൈ ഇംപിഡൻസ്, തെറ്റാണ്. ഓപ്ഷൻ സി, വെൻ ബോത്ത് ദ സോഴ്സ് ആൻഡ് ലോഡ് ഹാവ് ഹൈ വാല്യൂസ് ഓഫ് ഇംപിഡൻസ് ആൻഡ് റിയാക്ടൻസ്, തെറ്റാണ്. ഓപ്ഷൻ ഡി, വെൻ ദ സോഴ്സ് ആൻഡ് ദ ലോഡ് ഹാവ് ലോ വാല്യൂസ് ഓഫ് ഇംപിഡൻസ് ആൻഡ് റിയാക്ടൻസ്, അതും തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആപ്റ്റ് ആൻസർ. ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മൾ ഇൻവെർട്ടർ പഠിക്കുമ്പോൾ തന്നെ എന്താണ്, ലോഡ് കറണ്ട് ട്രയാങ്കുലറായിട്ട് വരത്തക്ക രീതിയിലുള്ള കേസസ് ആണ് നമ്മൾ ഇൻവെർട്ടറിനകത്ത് പഠിക്കുന്നത് അല്ലേ. ഇൻവെർട്ടർ പഠിക്കുമ്പോൾ തന്നെ ലോഡ് കറണ്ട് ട്രയാങ്കുലറായിട്ട് വരുന്ന കേസസ് ആണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോഴേ നിങ്ങൾ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ മൈൻഡിൽ കാണുക, നമ്മുടെ ആ കേസിനകത്ത് സോഴ്സിന് ഇമ്പിഡൻസ് വരുന്ന കേസൊന്നും പറയുന്നില്ല. സോ അത് തന്നെയാണ് ഇൻവെർട്ടർ മിക്ക കേസിലും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സോഴ്സ് ഇസ് ഹാവിംഗ് ലോ ഇമ്പിഡൻസ് ആൻഡ് ലോഡ് ഇസ് ഹാവിംഗ് ഹൈ ഇമ്പിഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for the elimination of fifth harmonic component from the output of an inverter, what will be the position of the pulse in the PWM inverter? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. എന്താണ് 2D is equal to 2π divided by n, ഇതാണ് കണ്ടീഷൻ. 2D is equal to 2π divided by n, ഇതാണ് പൾസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതിനാണ് പൊസിഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ്, പൾസ് വിഡ്ത്ത് ആണ് ക്വസ്റ്റ്യൻ. സോ ഫിഫ്ത്ത് ഹാർമോണിക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ 2π divided by 5, 360 divided by 5 എന്താണ്, ഇറ്റ് ഈസ് 72 ഡിഗ്രി. സോ ആൻസർ എന്താണ്, ആൻസർ ഇസ് 72 ഡിഗ്രി. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ശരി, നെക്സ്റ്റ്, ഇൻ എ സിംഗിൾ ഫേസ് VSI ബ്രിഡ്ജ് ഇൻവെർട്ടർ ലോഡ് കറണ്ട് ഈസ് ഗിവൺ I0 equal to 200 into sin omega t minus 45 മില്ലി ആംപിയർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ലോഡ് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ, ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ലോഡ് കറണ്ടിനകത്ത് ഒരു ഹാർമോണിക് കമ്പോണന്റ് അവർ പറയുന്നുള്ളൂ. ലോഡ് ഇസ് ഹാവിംഗ് എ ഹാർമോണിക് കമ്പോണന്റ്, എന്താണ്, 200 സൈൻ ഒമേഗ ടി മൈനസ് 45 മില്ലി ആംപിയർ. DC സപ്ലൈ വോൾട്ടേജ് ഇസ് 220 വോൾട്ട്. DC സപ്ലൈ വോൾട്ടേജ് ഇസ് 220 വോൾട്ട്. സോ അതിൻ്റെ മീനിങ് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ശ്രദ്ധിക്കുക, സിംഗിൾ ഫേസ് VSI ആണല്ലേ, ഇറ്റ് ഇസ് 200 മൈനസ് 200 200 മൈനസ് 200 ഇങ്ങനെ പോകും അല്ലേ. 200 മൈനസ് 200 200 ഈ ഒരു പാറ്റേണിൽ എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ വേവ് ഫോം എങ്ങനെയാണ്, 200 സൈൻ ഒമേഗ ടി മൈനസ്, ഇതാണ് കറണ്ടിൻ്റെ വേവ് ഫോം. 200, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്, 200 അല്ലേ, സോറി, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്, 200 അല്ലേ. സപ്ലൈ വേവ് ഫോം 220 ആയിരുന്നു. സോ സപ്ലൈ വേവ് ഫോമിൻ്റെ വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് 220. ഇത് 220, ഇത് 200 സൈൻ ഒമേഗ ടി മൈനസ് 45 ഡിഗ്രി. മൈനസ് 45 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു 45 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു വരപ്പ് വരയ്ക്കാം. ഇത് അപ്രോക്സിമേറ്റ്ലി ആണ്, എക്സാക്ട്ലി ഇങ്ങനെ വരണമെന്നില്ല. ഓക്കെ, the DC സപ്ലൈ വോൾട്ടേജസ് ഇത്. ഓക്കെ, വാട്ട് ഈസ് ദ പവർ ഡ്രോൺ ഫ്രം ദ സപ്ലൈ, അതായത് ഇൻ വാട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പവർ ഡ്രോൺ ഫ്രം ദ സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് പവർ അബ്സോർബ്ഡ് ബൈ ദ ലോഡ്. അതായത് സപ്ലൈ കൊടുക്കുന്ന പവർ, ആക്റ്റീവ് പവർ ആക്ച്വലി ആരാണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ലോഡാണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. സോ ഈ കേസിനകത്ത് പവർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. ഈ കേസിനകത്ത് പവർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദിസ് വോൾട്ടേജ് RMS ഇൻറ്റു ദിസ് കറണ്ട് RMS ഇൻറ്റു പവർ ഫാക്ടർ. നമുക്കത് പോസിബിൾ അല്ല ഈ കേസിനകത്ത്. കാരണം വോൾട്ടേജ് സ്ക്വയർ വേവ്, കറണ്ട് ഇസ് സൈനുസോഡൽ വേവ്. സോ ആക്റ്റീവ് പവർ എക്സ്ചേഞ്ച് ഏതൊക്കെ വേവ് ഫോം തമ്മിലായിരിക്കും, സെയിം ഫ്രീക്വൻസി കമ്പോണൻസ് ഉള്ള സെയിം വേവ് ഷേപ്പ് ഉള്ള വേവ് ഫോം തമ്മിലായിരിക്കും അല്ലേ.
ദാറ്റ് മീൻസ് എന്താണ്, ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫോറിയർ എടുത്താൽ എനിക്ക് കാണാൻ സാധിക്കും ഈ കറണ്ട് വേവ് ഫോമിൻ്റെ അതേ ഫ്രീക്വൻസിയിൽ എനിക്കൊരു വോൾട്ടേജ് കമ്പോണൻ്റ് ഉണ്ടെന്ന്. ആ വോൾട്ടേജ് കമ്പോണൻറ്റും ഈ കറണ്ട് കമ്പോണൻറ്റും തമ്മിലാണ് ശരിക്കുമുള്ള ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. സോ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ വോൾട്ടേജ് വേവ് ഫോമിൻ്റെ ഫോറിയർ സ്പ്ലിറ്റ് എടുക്കണം. നമുക്കറിയാം ഫോറിയർ സ്പ്ലിറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എനിക്കറിയാം. സോ വോൾട്ടേജ് വേവ് ഫോമിൻ്റെ ഫണ്ടമെൻ്റലിൻ്റെ RMS എന്താണ്, ഇറ്റ് ഈസ് 2√2/π × Vs. ഇതാണ് വോൾട്ടേജ് വേവ് ഫോമിൻ്റെ ഫണ്ടമെൻ്റലിൻ്റെ RMS, അതായത് 0.9 × 220. ഇതാണ് ഫണ്ടമെൻ്റലിൻ്റെ RMS. കറണ്ടിൻ്റെ RMS ആണെങ്കിലോ, കറണ്ടിൽ ഫണ്ടമെൻ്റൽ മാത്രമേ ഉള്ളൂ, കാരണം ഒമേഗ എന്ന് പറയുന്ന ഒറ്റ സിഗ്നേച്ചറിലാണ് സൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലേ, ഫ്രീക്വൻസി. സോ ആംപ്ലിറ്റ്യൂഡ് 200 ആണെങ്കിൽ 200 / √2 എന്ന് പറഞ്ഞാൽ എന്താണ്, 200 × √2/2 എന്ന് പറഞ്ഞാൽ 100 √2 എന്ന് പറഞ്ഞാൽ 141 പോയിന്റ് സംതിങ് വരും അല്ലേ. 1.414 ആണ് √2 എന്ന് പറയുന്നത് അല്ലേ. സോ 141.4 എന്നാണ് ഇതിൻ്റെ വാല്യൂ. സോ വി ഫണ്ടമെൻ്റൽ RMS കിട്ടി, ഐ ഔട്ട്പുട്ട് RMSും കിട്ടി. നമുക്ക് വേണ്ട എന്താണ്, പവർ ഡ്രോൺ. പവർ ഡ്രോണിന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ, എന്താണ്, വി ഫണ്ടമെൻ്റൽ RMS × ഐ ഫണ്ടമെൻ്റൽ RMS × കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വി ഫണ്ടമെൻ്റൽ RMS ആൻഡ് ഐ ഫണ്ടമെൻ്റൽ RMS. എന്താണ് ആംഗിൾ ഡിഫറൻസ്? ആംഗിൾ ഡിഫറൻസ് ഇസ് 45 ഡിഗ്രി. ഇതിൻ്റെ മീനിങ് എന്താണ്, ഈ ഫ്രീക്വൻസി കമ്പോണൻറ്റിൽ 45 ഡിഗ്രിയാണ് ഫേസ് ഷിഫ്റ്റ് എന്നാണ്. സോ ഇതേ ഫ്രീക്വൻസി കമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് വോൾട്ടേജ് വേവ് ഫോമിൻ്റെ ഫണ്ടമെൻ്റൽ. സോ ആ ഫണ്ടമെൻ്റലും ഈ സപ്ലൈ കറണ്ടും തമ്മിൽ, ലോഡ് കറണ്ടും തമ്മിൽ ഉള്ള ഫേസ് ഡിഫറൻസ് 45 ഡിഗ്രി. അതാണ് ഫണ്ടമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗിൾ. ഇൻറ്റു കോസ് ഓഫ് ഫണ്ടമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി. ഇത് സോൾവ് ചെയ്താൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ വാല്യൂ 19.8 വാട്ട്സ് എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സിംഗിൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഓഫ് PWM ഇൻവെർട്ടർ, ദ പൾസ് വിഡ്ത്ത് ഈസ് 120 ഡിഗ്രി. പൾസ് വിഡ്ത്ത് ഈസ് 120 ഡിഗ്രി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, PWM ടെക്നിക്കിനകത്ത് പൾസ് വിഡ്ത്ത് 120 ഡിഗ്രി. ദാറ്റ് മീൻസ് 2D = 120 ഡിഗ്രി, D = 60 ഡിഗ്രി. ഇത് ആദ്യമേ നോട്ട് ചെയ്യാം. For an output voltage of 220 volt DC, for an output voltage of 220 volt DC, what is the RMS value of the fundamental component of output voltage? What is the RMS value of fundamental component of output voltage? നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ nth ഹാർമോണിക് ആണെങ്കിൽ ഇറ്റ് ഈസ് 4Vs/n π × sin ND എന്ന് പറയുന്നതാണ് nth ഹാർമോണിക്കിൻ്റെ മാക്സിമം വാല്യൂ അല്ലേ. സോ ഫണ്ടമെൻ്റലിൻ്റെ RMS എന്തായിരിക്കും, പുട്ട് n = 1 4Vs/π sin D എന്താണ് 60 ഡിഗ്രി അല്ലേ, ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 2√2/π × Vs × √3/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് √6/π √6/π × Vs. സപ്ലൈ വോൾട്ടേജ് Vs എന്താണ്, Vs is given as എന്താണ് 220 വോൾട്ട്. സോ ഇറ്റ് ഈസ് 220 വോൾട്ട് × √6/π. ഞാൻ പറഞ്ഞു വാല്യൂ അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് 0.78 × എന്താണ് 220 വോൾട്ട് ആണ് നമ്മുടെ ആൻസർ. ഇത് സോൾവ് ചെയ്യുക, അതായത് 22 × 7.8 22 × 7.8 നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 171.5 വോൾട്ട് എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഒരുപാടൊന്നും ചെയ്യാനില്ല ഈ ക്വസ്റ്റിനകത്ത്. സിംപ്ലി ഒരു സ്റ്റെപ്പിലോ 2 സ്റ്റെപ്പിലോ നമുക്ക് ആൻസർ കിട്ടും. അനാലിസിസ് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ഈസി ആയിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കുക. √6/π 2√2/π അതുപോലെ തന്നെ 3/π ഈ മൂന്നിൻ്റെ വാല്യൂ അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് എടുത്തിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പുകളാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ PWM ഇൻവെർട്ടർ F0 and F are the frequencies in hertz for the carrier signal and the reference signal. So carrier signalന്റെ ഫ്രീക്വൻസി, റെഫറൻസ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FR. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FC, റെഫറൻസ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FR.
അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് പൾസസ് പെർ ഹാഫ് സൈക്കിൾ ഇസ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് n is equal to carrier frequency divided by 2 times റെഫറൻസ് ഫ്രീക്വൻസി എന്ന്. ഇവിടെ പറയുന്നത് എന്താണ് f0 and f are the frequencies in hertz for the carrier signal. f0 and എന്താണ് f. So f0 by 2f ആണ് നമ്മളുടെ ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ സി. അതായത് കാരിയറിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, റെഫറൻസ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് നമ്പർ ഓഫ് പൾസസ് പെർ ഹാഫ് സൈക്കിൾ. ഇത് നമ്മൾ PWM ടെക്നിക്കിനകത്ത് ഡിസ്കസ് ചെയ്ത ഒരു ഏരിയയാണ്. അതിനകത്ത് നമ്മൾ പറയുന്നു എന്താണ് കാരിയർ ഫ്രീക്വൻസി FC റെഫറൻസ് ഫ്രീക്വൻസി FR ആണെങ്കിൽ FC by 2FR എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് പൾസസ് പെർ ഹാഫ് സൈക്കിൾ. ഇതിനകത്ത് സ്ക്വയർ PWM ആണോ അല്ല എന്താ സൈനസോഡൽ PWM ആണോ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല. സോ നമ്മൾ നാച്ചുറലി പഠിച്ച കേസ് അതായത് ഓർഡിനറി കേസിലെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി ഫൈനലൈസ് ചെയ്യുന്നു. സോ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ സി f0 ഡിവൈഡഡ് ബൈ 2f എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് പൾസസ് പെർ ഹാഫ് സൈക്കിൾ. ശരി, ഫോർ എ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ഫെഡ് ഫ്രം എ 48 വോൾട്ട് DC ആൻഡ് കണക്റ്റഡ് ടു എ ലോഡ് റെസിസ്റ്റൻസ് ഓഫ് 2.4 ohm. ഞാൻ ഫിഗർ വരയ്ക്കുന്നില്ല, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് 2.4 ohm ശരി ആയിക്കോട്ടെ. ഇറ്റ് ഈസ് ഫെഡ് ഫ്രം എ 48 വോൾട്ട് DC സപ്ലൈ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് 48 വോൾട്ട് ആണ്. RMS വാല്യൂ ഓഫ് ദ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വി ആർ ആക്ച്വലി ഡിസ്കസിങ് അബൌട്ട് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. സോ ദ ഷേപ്പ് ഓഫ് ദ സോഴ്സ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ്. അവിടെ കപ്പാസിറ്റർ വെച്ചാലോ ഇൻഡക്ടർ വെച്ചാലോ റെസിസ്റ്റർ വെച്ചാലോ എന്ത് വെച്ചാലും വോൾട്ടേജ് ഷേപ്പിന് മാറ്റം വരത്തില്ല. കറണ്ടിൻ്റെ ഷേപ്പാണ് ശരിക്കും മാറി മാറി പോകുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന വോൾട്ടേജിൻ്റെ ഫണ്ടമെന്റൽ കമ്പോണന്റ് എന്താണെന്നാണ്. നമുക്കറിയാം വോൾട്ടേജ് വേവ് ഫോം ഇതാണ്. വീണ്ടും നമ്മൾ പഠിച്ച എക്സ്പ്രഷനിലേക്ക് തന്നെ വരുന്നു. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് ദ വോൾട്ടേജ് വേവ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 0.9 into 48 എന്ന് പറഞ്ഞാൽ 2√2/π into VS ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ 0.9 into 48. അതായത് 48ന് തൊട്ട് താഴെ വരും. ആൻസർ കംസ് ടു ബി 43.2. ആൻസർ എന്താണ്? 43.2. ഓക്കെ, സോ ഇത്രയാണ് ശരിക്കും ഇൻവെർട്ടറിനകത്ത്, അതായത് ഇൻവെർട്ടർ എന്ന് പറയുന്ന പോർഷനകത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷനകത്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല, പക്ഷെ പ്യുവർലി കുറച്ചൊരു ലോജിക് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതായത് ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നും വരത്തില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഒപ്പാംസിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള CMRR, സ്ലൂ റേറ്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒപ്പാംസ് എന്ന് പറയുന്നുണ്ട്. ഒപ്പാംസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ. ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ശരിക്കും നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്യുന്നത് എങ്കിൽ പോലും ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ആൻഡ് ഒപ്പാംപ് ഇസ് യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്. ഈ ഒപ്പാംപ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ്. ഇറ്റ് ഈസ് ആംപ്ലിഫൈങ് ദ ഡിഫറൻസ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. സോ ശ്രദ്ധിക്കുക, ഇൻ ദ ഒപ്പാംപ് സർക്യൂട്ട് ഷോൺ ബിലോ കറണ്ട് I0. ഇതാണ് എൻ്റെ കറണ്ട് I0 എന്ന് പറയുന്നത്. ഈ I0ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. VS/RS, VS/RL, VS ഡിവൈഡഡ് ബൈ RS പ്ലസ് RL, VS into RS ഡിവൈഡഡ് ബൈ RS പ്ലസ് RL. ഈസിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒപ്പാമ്പിൻ്റെ പ്രോപ്പർട്ടീസ്. എന്ത് പ്രോപ്പർട്ടി? സ്റ്റെപ്പ് 1 നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രസൻ്റ് ആണോ നോക്കണം. പ്രസൻ്റ് ആണ്. ശരി. സ്റ്റെപ്പ് 2 എന്താണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രസൻ്റ് ആണെങ്കിൽ ദർ ഇസ് എ വെർച്വൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ വെർച്വൽ ഷോർട്ട് തിയറി ഈസ് ആപ്ലിക്കബിൾ. സോ ഈ VS എന്ന് പറയുന്നത് ഇവിടെ പ്രസൻ്റ് ആണ്. ദിസ് VS ഇസ് ആക്ച്വലി പ്രസൻറ്റ് ഹിയർ. ഈ VS എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇവിടെയും പ്രസൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് VS ഇസ് പ്രസൻറ്റ് ദെയർ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ VS കൊടുത്ത വോൾട്ടേജ് തന്നെ ഇവിടെ പ്രസൻ്റ് ആണ് അല്ലേ, VS. ഇവിടെ VS, ഇവിടെ RS. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് VS ഡിവൈഡഡ് ബൈ RS. സോ RSൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? RSൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇസ് നത്തിങ് ബട്ട് എന്താണ്? VS ഡിവൈഡഡ് ബൈ
RS. ഇതേ സെയിം കറണ്ട് തന്നെയായിരിക്കും ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നത് അല്ലേ? കാരണം ഈ ഒരു പോർഷനിൽ കൂടെ കറണ്ടിന് ഇറങ്ങി വരാനോ കയറി പോകാനോ ഒന്നും സാധിക്കത്തില്ല. ബിക്കോസ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ ഒപ്പാമ്പ് ഇസ് ഇൻഫൈനൈറ്റ്. ഈ ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് സ്പ്ലിറ്റായി ഇങ്ങോട്ട് കയറി പോകത്തില്ല. ദാറ്റ് I0 കറണ്ട് ഈസ് ആക്ച്വലി കമ്മിങ് ത്രൂ RS. സോ I0 കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് VS ഡിവൈഡഡ് ബൈ RS തന്നെയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് സിമ്പിളായിട്ട് പ്രോപ്പർട്ടീസ് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്തു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനേഷനകത്ത് എക്സ്പെക്ട് ചെയ്യാം. Second, in the inverter op-amp circuit, so in the inverting op-amp circuit shown below, the resistance RG is chosen as R1 parallel R2. ശ്രദ്ധിക്കുക, നമുക്കിവിടെ സർക്യൂട്ടൊക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ RG ഇട്ടത് കൊണ്ട് നമുക്ക് ഒരു ഗുണമില്ല എന്ന് തോന്നും. ഇവിടെ എന്തായാലും ഗ്രൗണ്ടാണ്, പിന്നെ എന്തിനാണ് ഈ RG ഇട്ട് ഗ്രൗണ്ട് ചെയ്യണമെന്ന് ഒരു തോന്നൽ വരാം. ഈ RG ആക്ച്വലി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിലെ ഓഫ്സെറ്റ് കറണ്ടിനെ എന്താണ് ഒരു പരിധി വരെ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RG is calculated as R1 parallel to R2. ഈ R1 parallel to R2 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ RG ഇടുന്നത്. സോ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻ നമ്മൾ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തായിരുന്നു. സോ RG is nothing but എന്താണ് R1 parallel R2. It is done to reduce the input offset current. അതായത് ഇൻപുട്ടിൽ കൂടെ ആക്ച്വലി കറണ്ട് അകത്തേക്ക് കയറി പോകാൻ പാടില്ല അല്ലേ? ബട്ട് സ്റ്റിൽ എന്താണ് കറണ്ട് ഇൻ ദ റേഞ്ച് ഓഫ് എന്താണ് നാനോ ആംപിയർ കറണ്ട് ഉള്ളിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ് ഇത് ഐഡിയൽ ആണെന്ന് പറയുമെങ്കിൽ പോലും എന്താണ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കത്തില്ല. നമ്മളൊരു ഐഡിയൽ ഒപ്പാം എന്നൊക്കെ പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒപ്പാംസ് പക്ക ഒപ്പാം ആണെന്ന് പറഞ്ഞാൽ പോലും എന്താണ് അത് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് കാഴ്ചവെക്കത്തില്ല. ഇൻപുട്ട് ബയാസ് കറണ്ട്, അതായത് വെൻ ഔട്ട്പുട്ടിലൊന്നുമില്ല, ഇൻപുട്ടിലൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും എന്താണ് എ സ്മോൾ കറണ്ട് വിൽ ബി ടേക്കൺ ഇൻ ടു ദ ഒപ്പാം. ആ കറണ്ടിനെ എങ്ങനെയാണ് ആക്ച്വലി ഡ്രോ ചെയ്യുന്നത്? ഈ ഒപ്പാം വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതിനൊരു VCC പ്ലസ് VCC മൈനസ് VCC കൊടുത്ത് ഇതിനകത്തെ ട്രാൻസിസ്റ്ററിനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ബയാസ് ചെയ്യണം. സോ അങ്ങനെ ബയാസ് ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ മിസ്മാച്ച് ഓഫ് ദ ട്രാൻസിസ്റ്റേഴ്സ് വിച്ച് ഇസ് പ്രസന്റ് വിത്തിൻ ദ ഒപ്പാം, ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് കാരണം ദർ ക്യാൻ ബി എ വെരി സ്മോൾ കറണ്ട് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ ടു ദ ഒപ്പാം. ഓക്കെ ആണല്ലോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഒപ്പാം ഹാസ് എ ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് 10 to the power 3 ആൻഡ് എ CMRR ഓഫ് 100. ഒരു ഒപ്പാമിൻ്റെ അവസ്ഥയാണ്. ഡിഫറൻസ് ഗെയിൻ പറയുന്നുണ്ട് അല്ലേ? ഡിഫറൻസ് ഗെയിൻ എന്ന് പറയുന്നത് 10 to the power 3 ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ CMRR ഈസ് ഈക്വൽ ടു 100. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഒപ്പാം വിത്ത് ഇൻപുട്ട് 120 microvolt ആൻഡ് 80 microvolt. V1 ഉം V2 പ്രസന്റ് ആണ്. നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു AD ഇൻറ്റു VD ആണ് ഐഡിയലി. പ്രാക്ടിക്കലി AC VC എന്ന് പറയുന്ന ടേം കൂടെ വരും. AD എന്ന് പറയുന്നത് 10 to the power 3, CMRR is 100. നമുക്കറിയാം എന്താണ് CMRR is nothing but ഡിഫറൻസ് മോഡ് ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. അതിൽ നിന്നും കോമൺ മോഡ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഫറൻസ് മോഡ് ഗെയിൻ ഡിവൈഡ് ബൈ CMRR is equal to 10. സോ നമുക്ക് കോമൺ മോഡ് ഗെയിൻ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. സോ കോമൺ മോഡ് ഗെയിൻ is 10. സോറി, കോമൺ മോഡ് ഗെയിൻ ഇവിടെ അല്ലേ? കോമൺ മോഡ് ഗെയിൻ is 10. ഡിഫറൻസ് മോഡ് ഗെയിൻ is 1000. ഇനി VD എന്താണ്? ഡിഫറൻസ് വോൾട്ടേജ്. ഡിഫറൻസ് വോൾട്ടേജ് നമുക്കറിയാം ഇറ്റ് ഈസ് V1 മൈനസ് V2. കോമൺ വോൾട്ടേജ് ഇസ് ഗിവൺ ബൈ V1 പ്ലസ് V2 ഡിവൈഡ് ബൈ 2. ഇതൊക്കെ ബൈ ഡെഫിനിഷൻ ആണ്. V1 മൈനസ് V2 എന്ന് പറയുമ്പോൾ 120 മൈനസ് 80 എന്ന് പറയുന്നത് 40 മൈക്രോവോൾട്ട്. V1 പ്ലസ് V2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 120 പ്ലസ് 80 200 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 100 മൈക്രോവോൾട്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു AD എന്ന് പറയുന്നത് 1000 ഇൻറ്റു VD എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 40 മൈക്രോവോൾട്ട് അല്ലേ? 40 മൈക്രോവോൾട്ട്. 1000 ഇൻറ്റു 40 മൈക്രോവോൾട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്? 40 മില്ലി വോൾട്ടായി അല്ലേ? ഈ 1000 മൈക്രോയും കൂടെ ക്യാൻസൽ ആയി പോകും, മില്ലി ആയി മാറും. പ്ലസ് AD VD കഴിഞ്ഞ് AC എന്താണ്? 10 ഇൻറ്റു VC എന്താണ്? 100 മൈക്രോവോൾട്ട് അല്ലേ? 100 മൈക്രോവോൾട്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1000 മൈക്രോവോൾട്ട് എന്ന് പറയുന്നത് 1 മില്ലി വോൾട്ട്. സോ ഇറ്റ് ഈസ് 40 പ്ലസ് 1 എന്താണ്? 41 മില്ലി വോൾട്ട്. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഒപ്പാം എന്ന് പറയുന്നത്.
ആക്ച്വലി AD/VD ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. പക്ഷെ നമുക്ക് CMRR ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട് CMRR ആക്ച്വലി AD/VD ആയിരിക്കണം ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്കിൽ CMRR ഷുഡ് ബി ഇൻഫിനിറ്റി അല്ലേ. പക്ഷേ ഈ കേസിനകത്ത് CMRR ഫൈനൈറ്റ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ കോമൺ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ കൂടെ സംഭവിക്കും. So നമ്മുടെ ആൻസർ എന്താണ് ഇൻ ദിസ് കേസ്? അവർ ആൻസർ ഇസ് 41 millivolt. ശ്രദ്ധിക്കുക, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ആൻ ഐഡിയൽ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. ശ്രദ്ധിക്കുക, ഇതൊരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ആണ്. വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിന്റെ സ്ഥിരം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസ് ഇസ് വെരി ഹൈ എന്നാണ്. സോ ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ഹാവിംഗ് യൂണിറ്റി ഗെയിൻ ആൻഡ് നോ ഫേസ് ഷിഫ്റ്റ്. കറക്റ്റ് ആണ്. കാരണം ഇവിടെ ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം ദിസ് വോൾട്ടേജ് വിൽ ബി പ്രസന്റ് ഹിയർ ആൻഡ് ദിസ് വോൾട്ടേജ് വിൽ ബി പ്രസന്റ് ഹിയർ. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. ദാറ്റ് മീൻസ് യൂണിറ്റി ഗെയിൻ ആൻഡ് ദർ ഇസ് നോ ഫേസ് ഷിഫ്റ്റ്. സോ 1 കറക്റ്റ് ആണ്. ഇൻഫിനിറ്റ് ഗെയിൻ ആൻഡ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തെറ്റാണ്. ഫേസ് ഷിഫ്റ്റ് ഒന്നും വരുന്നില്ല. വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് വെരി ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് കറക്റ്റ് ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും വേണ്ട. വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് വെരി ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ബഫർ ആംപ്ലിഫയർ. ശരിയാണ്, ഇറ്റ് ഈസ് എ വോൾട്ടേജ് ബഫർ. കാരണം ഇൻപുട്ടിൽ വോൾട്ടേജ് കൊടുത്താൽ ഔട്ട്പുട്ടിൽ അതേ വോൾട്ടേജ് തന്നെ കിട്ടുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ വോൾട്ടേജ് ബഫർ. സോ 1 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്, 4 കറക്റ്റ് ആണ്. 1, 3 and 4 ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ഒരു അസേർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. In a normal operation, the non-inverting and the inverting input terminals of an operational amplifier are almost at same terminal, almost at same potential. ശരി തന്നെയാണ്. നോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ലീനിയർ ആപ്ലിക്കേഷൻ ആണ്. ലീനിയർ ആപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് പറയാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ വരുന്ന കേസാണ്. കാരണം നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒപ്പാമിനെ മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ആംപ്ലിഫയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം ഒപ്പാം വെറുതെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. അതിനെ കൺട്രോൾ ചെയ്ത് ഒരു ലിമിറ്റിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഒരു ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒപ്പാമിന് സാച്ചുറേറ്റഡ് ആപ്ലിക്കേഷൻസും പ്രസന്റ് ആണ്. പക്ഷെ നോർമലി എന്താണ് മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആപ്ലിക്കേഷൻ ആണ്. In a normal operation, the non-inverting and inverting terminals are almost at the same potential. Correct ആണ്. The two terminals are connected together. അത് തെറ്റാണ്. 2 terminals കണക്ട് ചെയ്തിട്ടില്ല. അത് വെർച്വലി ഗ്രൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ വെർച്വലി ഷോർട്ടഡ് ആണ്. നമ്മൾ ഫിസിക്കൽ കണക്ഷൻ ഇല്ല, പക്ഷെ വെർച്വലി ബോത്ത് ആർ അറ്റ് ദ സെയിം പൊട്ടൻഷ്യൽ. സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. അസർഷൻ ഇസ് കറക്റ്റ്, റീസൺ ഇസ് false. So നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി comes out to be the correct answer. ശരി, ഈ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. നെക്സ്റ്റ്, 3 identical amplifiers each having a voltage gain of 50 are cascaded. 3 identical amplifiers each are having a voltage gain 50 and they are cascaded. നമുക്കറിയാം കാസ്കേഡിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ എന്താണ് വോൾട്ടേജ് ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. സോ 3ന്റെയും ഗെയിൻ 50 ആണ്. സോ ടോട്ടൽ ഗെയിൻ എന്താണ്? ടോട്ടൽ ഗെയിൻ ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു A2 ഇൻറ്റു A3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 50 ഇൻറ്റു 50 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 125,000. നമ്മൾ വിചാരിക്കും കിട്ടിയെന്ന്. ശ്രദ്ധിക്കുക, ദ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ കമ്പൈൻഡ് ആംപ്ലിഫയർ ഇസ്. നമ്മളും കമ്പൈൻഡ് ആംപ്ലിഫയറിന്റെ ഗെയിൻ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ ഗെയിൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡെസിബൽ. ഇത്രയേ ഉള്ളൂ കേസ്. സോ നമ്മൾ എന്ത് ചെയ്യാം? 20 log A ചെയ്യാം. എന്ന് പറഞ്ഞാൽ 20 log A1 A2 A3. ആക്ച്വലി കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 log A1 പ്ലസ് 20 log A2 പ്ലസ് 20 log A3. ലോഗ് എ ബി സി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി ആണ്. എയും ബി സിയും സെയിം ആണ്. സോ എനിക്ക് പറയാം 3 ഇൻറ്റു 20 log എ, അതായത് 3 ഇൻറ്റു 20 log എ എന്ന് പറയുമ്പോൾ 60 log 50 എന്ന് എനിക്ക് പറയാം. 60 log 50. log 50 എന്ന് പറഞ്ഞാൽ എന്താണ്? log 100 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ log 100 ഡിവൈഡഡ് ബൈ 2. log എ ബൈ ബി എന്ന് പറഞ്ഞാൽ log എ മൈനസ് log ബി ആണ്. സോ 60 ഇൻറ്റു log 100 മൈനസ് 60 ഇൻറ്റു log 2. log 2ൻ്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആസ് എൻ എഞ്ചിനീയർ.
log 2 എന്ന് പറഞ്ഞാൽ it is 0.3010. So 0.3010 into 60. Okay, so 20 log a plus 20 log a plus 20 log a എന്ന് പറയുന്നത് എന്താണ്? It is 2 into 20 log a ആണ്. 2 into 20 log a എന്ന് പറയുമ്പോൾ സോറി 3 into 20 log a അല്ലേ? 3 into 20 log a എന്ന് പറയുമ്പോൾ 20, 40, 60 log ഗെയിൻ അല്ലേ? 60 into log 50 ആണ് നമ്മുടെ ആൻസർ. 60 into log 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log 100 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. log 100 is ശരിയാ. log 100 is nothing but 2. log 100 എന്ന് പറഞ്ഞാൽ 2 ആണ്, കാരണം ഇതിന്റെ ബേസ് 10 ആണ്. So it is nothing but 120 minus 60 log 2. log 2 എന്ന് പറയുന്നത് 0.3010 ആണ്. 60 into log 2 എന്ന് പറയുമ്പോൾ 6 into 3.010. 6 into 3 എന്ന് പറഞ്ഞാൽ 18. 120 minus 18 എന്ന് പറയുമ്പോൾ around 102 റേഞ്ചിലേക്ക് വരും. So our answer comes out to be എന്താണ്? Our answer comes out to be 102 decibels. So ഇതൊക്കെയാണ് some of the common അല്ലെങ്കിൽ most expected questions എന്ന് നമുക്ക് പറയാം for the coming examination. ഈ ഒരു ലെവലിനേക്കാളും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. Okay, so we have covered almost all the important questions that can be expected in the അതായത് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഇൻ ദ കമ്മിങ് എക്സാമിനേഷൻ. ബാക്കി ബേസ് തിയറിയും സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസും ബേസ് എക്സ്പ്ലനേഷൻസ് എല്ലാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് ഇൻ ദ ക്ലാസ്. Okay, so that's all for today. Thank you.